ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഒരു വിൻ്റർ ക്യാമ്പിങ്ങിന് വന്നതായിരുന്നു. വലിഞ്ഞു കയറി വന്നെന്ന് വേണം പറയാം. എനിവേ സംഭവം അടിപൊളിയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസും നല്ല ആംബിയൻസും ആയിരുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിൽ ഒരു വിൻ്റർ ക്യാമ്പിങ്ങിന് വന്നേക്കാണ് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി. ഇൻട്രൊഡ്യൂസിങ് മിസ് സാലി ബിന്ദു. ഈ കാണുന്ന സിറ്റിംഗ് പ്ലേസിന് പറയുന്ന പേരാണ് മജ്ലിസ്. എനിക്കൊന്നും എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ഗോസിപ്പൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിറങ്ങി. സൈഡിലൊക്കെ ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാം വന്ന് ഊഞ്ഞാലാടും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് വിളമ്പാൻ സ്റ്റാർട്ട് ചെയ്തു. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ഡൗട്ട്. കാരണം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്നാക്സും റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2 വെജിറ്റബിൾ റോൾസും പിന്നെ ഒരു സ്നാക്സും കൊടുത്തു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച സ്നാക്സിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ചിട്ടുള്ളത് നമ്മുടെ മുന്തിരിയുടെ ഇല വെച്ചിട്ടുള്ള, എനിക്കൊന്ന് തളിരിലയായിരിക്കും, അത് വെച്ചിട്ടാണ് ഫില്ലിങ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിൽ. കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ ഇത് ബട്ടർ ചിക്കൻ ആയിരുന്നു, അതെടുത്തു. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, വേറെ മീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കഴിക്കത്തില്ലാത്തോട്ട് അതൊന്നും എടുത്തില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ബിന്ദു കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് വേണ്ടതായിരുന്നു. കുറച്ചെടുത്തപ്പോഴത്തേക്കിനും തന്നെ പ്ലേറ്റ് ഫുള്ള് നിറഞ്ഞു. പിന്നെ കിഴങ്ങ് വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം, കിഴങ്ങ് മെഴുക്കുവരട്ടി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേര് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പൊട്ടറ്റോ ലേണേഴ്സ് അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ പേര്. എനിവേ അതുകൂടെ കുറച്ചെടുത്ത് സൈഡിൽ വെച്ചു. അടുത്തത് ഗ്രിൽഡ് വെജിറ്റബിൾസ് ആയിരുന്നു. അതിലെന്താ പൊട്ടറ്റോ, ബീട്രൂട്ട്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഗ്രില്ലായിരുന്നു. അത് കുറച്ചെടുത്തു. പിന്നെ ഈ കാണുന്ന പാസ്തയായിരുന്നു. അത് ഞാനൊരു കുറച്ച് എടുത്തുള്ളൂ. കാരണം എനിക്ക് പാസ്ത വലിയ താല്പര്യമില്ല. പിന്നെ ടേസ്റ്റ് നോക്കണമല്ലോ, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഉണ്ടായിരുന്ന ചിക്കൻ ടിക്കയായിരുന്നു. ചിക്കൻ ടിക്ക 2 ഫ്ലേവറിലുണ്ടായിരുന്നു, 2 എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്ലേറ്റ് കളർഫുൾ ആക്കിയിട്ടുണ്ട്. അടുത്ത സെറ്റ് വരുന്നത് ഡെസേർട്ടായിരുന്നു. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. ഞാൻ ഡെസേർട്ട് കഴിക്കില്ല, എന്നാലും കാണാമല്ലോ. അങ്ങനെ തന്നെ താലമൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. പുറത്ത് തണുപ്പായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അകത്തിരുന്ന് കഴിക്കാമെന്ന്. എന്തൊക്കെയാണ് ഈ പ്ലേറ്റിലുള്ളത്? ഒരു രസമില്ല, കാണാൻ ഒരു രസമില്ല. സാലിയുടെ പ്ലേറ്റ് ആണ് ഒരു രസമില്ല. ഇതുപോലെ കളർഫുൾ അല്ല. അതൊക്കെ നമ്മുടെ ബിന്ദുവിൻ്റെത്. അങ്ങനെ ഫൈനലി ഞാൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് കഴിച്ചത് വെജിറ്റബിൾ റോളായിരുന്നു. അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഞാൻ ട്രൈ ചെയ്തത് ചിക്കൻ ടിക്കയായിരുന്നു. നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് ഈ ഒരു ഐറ്റമായിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പാര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു ഇതൊന്നും എടുക്കാതെ ആ ചിക്കൻ ബിരിയാണി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് കഴിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അത്രയും ടേസ്റ്റായിരുന്നു. ആക്ച്വലി ഐ എം നോട്ട് എ പാസ്ത ഫാൻ. ചിക്കൻ ബിരിയാണി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മുന്തിരിയുടെ ഇല സ്റ്റഫ് ചെയ്തത്. അതായിരുന്നു. പ്രതീക്ഷിച്ച ടേസ്റ്റൊന്നും അല്ലായിരുന്നു, നല്ല പുളിയായിരുന്നു. എനിവേ ഇതെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡെസേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എടുത്തിരിക്കുന്നു. പേരറിയോ? എങ്ങനെയുണ്ട്? നല്ലത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് വേണേ ട്രെയിനർക്ക് അയച്ചു കൊടുക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് മാഡം ഉള്ളത്? ഇത് ചോക്ലേറ്റ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ വന്നപ്പോഴേ നോട്ടോട്ട് വെച്ചിരുന്നായിരുന്നു ഈ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ ഊഞ്ഞാലിൽ ആടി കളിച്ചു. പിന്നെ നമ്മൾ ഈ കഴിച്ച ഫുഡെല്ലാം ദഹിക്കുകയും വേണമല്ലോ. അല്ലെങ്കിൽ ഊഞ്ഞാൽ കണ്ട ആർക്കാലും ഒന്ന് ആടാൻ തോന്നാത്തത്. ഒരു നിമിഷം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയി. പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ കഴിച്ച ഫുഡ് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ചായയോടുകൂടി ഇന്നത്തെ കലാപരിപാടി വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.